ഹലോ. ഇന്ന് ഒരു കോമഡി സീനാണ്. ജഗതിയും അശോകും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. അവർ രണ്ടും കള്ളന്മാരാണ് കേട്ടോ ഈ സിനിമയിൽ. ചെറിയൊരു കോമഡി സീൻ. എടാ ഊച്ചാളി, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഇത് ജഗതി പറയുന്നതാണ് അശോകനോട്. ഹേ ബെഫ്ഫ്, തും മുझे बहुत पसंद है. ഊച്ചാളി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചീത്ത വേർഡാണല്ലോ. അതിനെ ഹിന്ദിയിൽ അത്രയ്ക്ക് അങ്ങ് പോരെങ്കിലും അതിനോട് ഉപമിക്കാൻ പറ്റില്ലെങ്കിലും ബെഫ്കുഫ് എന്ന് പറഞ്ഞാല് പമ്പര വിഡ്ഢിന്ന് എടുക്കാം. ഒരു അറിവില്ലാതെ എല്ലാം തലതിരിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഒന്നും ഒട്ടും ബുദ്ധി ഉപയോഗിക്കാതെ, അതിനാ പറയുന്നത് കേട്ടോ. ഹേ ബെഫ്കുഫ്, തും മുझे बहुत पसंद है. നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പസന്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടം. നീ എന്റെ കൂടെ കൂടിയിട്ട് വർഷം 14 തും പിछले 14 साल से मेरे साथ है. പിछലെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ, 14 എന്ന് പറഞ്ഞാൽ 14 സാൽ വർഷം, മേരെ സാത്ത് ഹെ എന്റെ കൂടെയാണ്. അവരെ കളിയാക്കി പറഞ്ഞ കേട്ടോ, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കളിയാക്കി പറഞ്ഞതാ. അപ്പൊ നീ എന്റെ കൂടെ കൂടിയിട്ട് 14 വർഷമായല്ലോ. തും പിछले 14 साल से मेरे साथ है. 14 സാൽ വർഷം, സേ വർഷത്തോളമായി എന്റെ കൂടെയാണ്. ഇന്ന് വരെ ഒരു കിണ്ണം കട്ടിട്ടുണ്ടോ നീ? ആജ് തക് തും ഏക് ലോട്ടാ തക് ചോരി കിയാ ഹേ ക്യാ? ആജ് തക് ഇന്ന് വരെ. ആജ് എന്ന് പറഞ്ഞാല് ഇന്ന്, ആജ് തക് ഇന്ന് വരെ. തും നീ, ഏക് ലോട്ട, ലോട്ട എന്ന് പറഞ്ഞാൽ ഈ കിണ്ണമൊക്കെ പോലെ കിണ്ണത്തിന്റെ ഒക്കെ ഷേപ്പിലുള്ള പാത്രത്തിനാണ് ലോട്ട എന്ന് ഹിന്ദിയിൽ പറയാം കേട്ടോ. തക്ക്, ലോട്ടാ തക്ക്, ഒരു ലോട്ട പോലും. ചോരി കിയാ ഹേ ക്യാ? ചോരി കർണ എന്ന് പറഞ്ഞാല് കക്കുന്നതിനാണ് ചോരി കർണ എന്ന് പറയാ. ചോരി കിയാ ഹേ ക്യാ? നീ കട്ടിട്ടുണ്ടോ? ഇവര് കള്ളന്മാരുടെ പണി കക്കലല്ലേ. പക്ഷെ അശോകൻ എന്ന് പറഞ്ഞ ഈ വ്യക്തി ഒന്നും കട്ടിട്ട് വന്നില്ല. അവർ കട്ടിട്ട് ജീവിക്കുന്നവരാ. അപ്പൊ ഒരു ലോട്ട പോലും നീ ഇതുവരെ കട്ടിട്ടില്ല, അതുകൊണ്ടാണ് നിനക്ക് ഇഷ്ടം. അത് പരിഹസിച്ച് പറഞ്ഞാണ് അവനെ. കിണ്ണം എവിടെ ഇരിക്കട്ടെ, അത് പിന്നെ എടുക്കുക. അപ്പം അശോകൻ പറയാണ്, കിണ്ണം ലോട്ട രേനേതു വോ ബാദ്മേ ലെങ്കി. അപ്പൊ അവന് അതിനേക്കാളും വലിയ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പറയാണ്. ഈ ലോട്ടയ്ക്ക് അവിടെ നിൽക്കട്ടെ, ഞാൻ വേറെയും വലിയ കാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് അറിയിക്കാനുള്ളതിലാണ്. ലോട്ട രേനേതു, കിണ്ണം അവിടെ ഇരിക്കട്ടെ, അത് പിന്നെ എടുക്കാം. ഓ ബാദ്മേ ലേങ്കി. ബാദ്മേ എന്ന് പറഞ്ഞാല് പിന്നീട്, ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട്. ലേങ്കി എന്ന് പറഞ്ഞാൽ എടുക്കാം. ഓ ബാദ്മേ ലേങ്കി, അത് പിന്നീട് എടുക്കാം. ലോട്ട രേനേതു. ആശാൻ അങ്ങനെ എന്നെ കൊച്ചാക്കരുത്. മീൻസ് ഇവനെന്തോ ഒരു മഹത്തായ കാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ള പറയാൻ വരികയാണ്. സേട്ട് ഐസേ മുझे छोटा नहीं बनाना. ഐസേ അങ്ങനെ, മുझे എന്നെ, ചോട്ടാനെ ബനാന എന്നെ എങ്ങനെ ചെറുതാക്കരുത്. ഓക്കെ. സേട്ട് എന്ന് പറയുന്നത് ലിറ്ററൽ മീനിങ് എടുത്താൽ അത് ആശാൻ അല്ല കേട്ടോ. ആശാൻ എന്നുള്ളതിന് സാർ എന്ന് വേണമെങ്കിൽ വിളിക്കാം, നമുക്ക് സേട്ട് എന്ന് വേണമെങ്കിൽ വിളിക്കാം. എന്തും കുറച്ച് ഒരു ചെറിയ ഒരു മുതിർന്നവരെ നമ്മൾ വിളിക്കില്ല, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന. സേട്ട് ഐസേ മുझे छोटा नहीं बनाना. ആശാൻ അങ്ങനെ എന്നെ കൊച്ചാക്കരുത്. കൊച്ചാക്കരുത് എന്നുള്ളതിനാണ് പറയുന്നത് ചോട്ടാ നെയിം ബനാന. എന്നെ ചെറുതാക്കരുത്, കൊച്ചാക്കരുത്, എന്നെ കുഞ്ഞാക്കരുത്. ആശാൻ അറിയാത്ത ഒരു രഹസ്യം ഞാൻ പുറത്തു വിടട്ടെ. മേ ഐസേ ഏക് രഹസ്യ ബതാവും ജോ സേട്ട് ബി നീ ജാനത്തെ. മേ ഞാൻ, ഐസേ ഏക് രഹസ്യ, ഇങ്ങനെയുള്ള ഒരു രഹസ്യം പറയട്ടെ. ജോ അത്, സേട്ട് ബി നീ ജാനത്തെ, സേട്ടിന് പോലും അറിയാത്ത ഒരു രഹസ്യം ഞാൻ വെളിപ്പെടുത്തട്ടെ, അല്ലെങ്കിൽ ഞാൻ പുറത്തു വിടട്ടെ. മേ ഐസേ ഏക് രഹസ്യ ബതാവും ജോ സേട്ട് ബി നീ ജാനത്തെ. സേട്ടിന് പോലും അറിയാത്ത ഒരു രഹസ്യം ഞാനിപ്പം പുറത്തുവിടാൻ പോവുകയാണെന്ന്. അതെന്ത് രഹസ്യാന്നുള്ളത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അന്നേരം ശരിക്കും ഇവനൊരു ബേഫ്കൂഫ് തന്നെ. ബേഫ്കൂഫ് എന്ന് പറഞ്ഞാൽ ഇവനൊരു പമ്പര വിഡ്ഢികൾക്കാണ് ബേഫ്കൂഫ് എന്ന് പറയാ. ഒന്നും അറിയില്ല, ഒരു ഊച്ചാളി. അപ്പം എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഊച്ചാളി തന്നെ. എന്ത് രഹസ്യം? ക്യാ രഹസ്യ. രഹസ്യത്തിന് ഹിന്ദിയിൽ പറയാ രഹസ്യ. രഹസ്യ എന്ന് പറഞ്ഞാൽ രഹസ്യം. എന്ത് രഹസ്യം? ക്യാ രഹസ്യം. എന്താണ് നീ ഇപ്പം പറയാൻ പോകുന്ന രഹസ്യം? ഇവൻ ആകാംക്ഷയോടെ ചോദിക്കാണ്. ജഗതി അശോകനോട് ചോദിക്കാം. ഇന്നലെ രാത്രി ഞാൻ എവിടെയായിരുന്നു? അപ്പൊ അശോക് അങ്ങോട്ട് തിരിച്ചു ചോദിക്കാം, ഇന്നലെ രാത്രി ഞാൻ എവിടെയായിരുന്നു? കൽ രാത് കോ മേ കഹാൻ താ. ഞാൻ എവിടെയായിരുന്നു? ഇവനെ അറിയാവോ? ഇവൻ അറിഞ്ഞിട്ടുണ്ടോ അശോക് പുറത്തു പോയതോ, അവൻ ചെയ്ത ആക്ടിവിറ്റിയെ പറ്റി ഇവൻ എന്തെങ്കിലും വിവരം ഉണ്ടോ എന്നുള്ളത് ചോദിക്കാണ്. കൽ രാത് കോ മേ കഹാൻ താ. വലുതായി കളിക്കാനുള്ള ഒരു അഭിനയമാണ് കേട്ടോ ഇതിൽ അശോക്. ജഗതിയുടെ മുന്നിൽ വലിയ ആളാണെന്ന് കാണിക്കാനുള്ള ഒരു വെപ്രാളാണ് അതിൽ ഈ സിനിമയിൽ അവൻ കാണിക്കുന്നത്. കൽ രാത് കോ മേ കഹാൻ താ. ഇന്നലെ രാത്രി ഞാൻ എവിടെയായിരുന്നു? എന്തോ വലിയ കാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ള മട്ടിലാണ് അവന്റെ പറച്ചിലൊക്കെ. എന്റെ കൂടെ. അപ്പം ജഗതി പറയാണ്, എന്റെ കൂടെ, മേരെ സാത്ത്. രാത്രിയിൽ നീ എന്റെ കൂടെ അല്ലായിരുന്നോ? മേരെ സാത്ത് എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ. എന്റെ കൂടെ നീ കൂർക്കം വലിച്ചു കിടന്നുറങ്ങിയില്ലേ? മേരെ സാത്ത് തും ഖരാട്ടെ മാർക്കർ സോയാ ഹേന. ഖരാട്ടെ മാർക്കർ സോന എന്ന് പറഞ്ഞാല് കൂർക്കം വലിച്ചുറങ്ങുക.
കരാട്ടെ എന്ന് പറഞ്ഞാൽ കൂർക്കം വലിക്കുകയാണ് പറയാ. കരാട്ട മാറണം എന്ന് പറഞ്ഞാൽ കൂർക്കം വലി കർ, കൂർക്കം വലിച്ചിട്ട് സോയാഹേന ഉറങ്ങിയില്ലേ, സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങ, സോയാഹേന ഇനി ഉറങ്ങിയില്ലേ, മേരെ സാത്ത് എന്റെ കൂടെ നീ കൂർക്കം വലിച്ച് കിടന്നുറങ്ങിയില്ലേ, മേരെ സാത്ത് തും കരാട്ടെ മാർക്കർ സോയാഹേന, നീ എന്റെ കൂടെയല്ല കിടന്നത്, എന്റെ കൂടെ നീ കൂർക്കം വലിച്ച് കിടന്നുറങ്ങിയില്ലേ. നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വർഷം അവസാനിക്കുമ്പോഴേക്കും എനിക്കൊരു 1000 സബ്സ്ക്രൈബർ ആക്കണം എന്നുണ്ട് കേട്ടോ. എല്ലാവരും സഹകരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ തോന്നിയോ, ഐസേ ലഗാക്യ, അങ്ങനെ എന്നുള്ളതിന് ഐസേ ലഗാക്യ തോന്നിയോ, ഐസേ ലഗാക്യ അങ്ങനെ തോന്നിയോ. പിന്നെ പുതുവർഷത്തിൽ എനിക്ക് എൻ്റെ വീഡിയോയുടെ രീതി മാറ്റണം എന്നുണ്ട്. എൻ്റെ ഫേസ് കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഇടണം എന്നൊക്കെ ഉണ്ട്. അതിനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് ഞാൻ. പക്ഷെ എന്നെ ഒരു 1000 സബ്സ്ക്രൈബർ ഈ വർഷം ആക്കാൻ നിങ്ങൾ എന്തായാലും സഹകരിക്കണം എന്നോട്. ആശാൻ ഉറങ്ങി, ഞാൻ എഴുന്നേറ്റു. സേട്ട് സോഗയ മേ ഉടുകയ. അപ്പൊ രണ്ടാളും കൂടി കിടന്നുറങ്ങിയതാണ്. ഇപ്പം പറഞ്ഞു, നീ കരാട്ടെ അടിച്ച് ഉറങ്ങിയല്ലായിരുന്നോ, നീ അല്ലെങ്കിൽ കൂർക്കം വലിച്ച് ഉറങ്ങിയല്ലായിരുന്നോ. അന്നേരം ആശാവ് പറയാ, ആശാൻ ഉറങ്ങി, ഞാൻ എഴുന്നേറ്റു. സേട്ട് സോഗയ മേ ഉടുകയ. മേ ഉടുകയ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് ഉണർന്നു, നിങ്ങൾ ഉറങ്ങാൻ കിടന്നപ്പം ഞാൻ ഉണർന്ന് കക്കാൻ പോയി എന്നാ പറയുന്നത്. ഓക്കെ, സേട്ട് സോഗയ മേ ഉടുകയ. അപ്പൊ ഈ എന്റെ വീഡിയോ ഒക്കെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കുറച്ച് ലൈക്ക് ചെയ്യുക, കുറച്ച് കമന്റ് ചെയ്യുക. എന്നാൽ ഈ വർഷം എനിക്ക് ഈ 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. മുറി കുത്തി തുറന്ന് ഞാൻ അകത്ത് കയറി. കമര ചാക്കു മാർക്കർ തോട ഓർ മേ അന്തർ ഗയ. കമര എന്ന് പറഞ്ഞാൽ മുറി, ചാക്കു എന്ന് പറഞ്ഞാൽ കത്തി, മാർക്കർ കത്തി കൊണ്ട് കുത്തി പൊട്ടിച്ചു. തോട എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുന്നതിനാ പറയട്ടെ. എന്തെങ്കിലും ബൈ ഫോഴ്സിൽ നമ്മൾ കുത്തി പൊട്ടിക്കില്ല, എന്നാന്ന് പറയാ ചാക്കു മാർക്കർ തോട ഓർ മേ അന്തർ ഗയ. എന്നിട്ട് ഞാൻ അകത്ത് പോയി. എന്താ പറയുന്നത്, കത്തി കൊണ്ട് ഞാൻ മുറി കുത്തി കീറി അല്ലെങ്കിൽ തുറന്നു, എന്നിട്ട് ഞാൻ അകത്ത് കടന്നു. അമ്മ ചെയ്ത വലിയ ഗംഭീര സംഗതി എക്സ്പ്ലെയിൻ ചെയ്യാം. ഭീമാകാരനായ ഒരു ഗോദ്രേജ് അലമാര. അപ്പൊ മുറി തുറന്നപ്പോ കണ്ടത് എന്താ, വലിയൊരു ഗോദ്രേജ് അലമാരയാണ്. ബഹോത് ബഡ ഏക് ഗോദ്രേജ് അലമാര. ബഹോത് ബഡ എന്ന് പറഞ്ഞാല് വലിയ സൈസിലുള്ള, ബഡ എന്ന് പറഞ്ഞാൽ വലുതാ, ബഹോത് ബഡ എന്ന് പറഞ്ഞാൽ വളരെയധികം വലിയ. ഏക് ഗോദ്രേജ് അലമാര, ഒരു ഗോദ്രേജ് അലമാര ഉണ്ട്. അപ്പൊ കള്ളന്മാര് കണ്ടാൽ ഏറ്റവും സന്തോഷിക്കുക അലമാര പൂട്ടിയിട്ട് അലമാരയൊക്കെ കാണുമ്പോഴാണ് കള്ളന്മാർക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവുക. അവരുടെ വിചാരം അലമാരയൊക്കെ തുറന്നാൽ എന്തോ സ്വർണവും പടവും ഒക്കെ അതിൻ്റെ ഉള്ളിലാണല്ലോ ഉണ്ടാവുക. അപ്പൊ അവര് ഭയങ്കര ഹാപ്പി ആവുക. ഏതെങ്കിലും വീട്ടിൽ കയറിയാൽ അലമാരുള്ള റൂമിൽ കയറിയാലാണ് അവര് ഹാപ്പി ആവുക. ഞാൻ അലമാര കുത്തി തുറന്നു. മേ അലമാര ചാക്കു ലഗാക്കർ ഖോൽ ദിയ. ചാക്കു ലഗാക്കർ എന്ന് പറഞ്ഞാല് കുത്തി തുറക്കുന്നതിനാണ് പറയാ ചാക്കു ലഗാന, കുത്തി തുറക്കുക. അലമാര എന്ന് പറഞ്ഞാൽ അലമാര തന്നെ. ചാക്കു കത്തി, അഗൈൻ ലഗാക്കർ എന്ന് പറഞ്ഞാല് കത്തി കൊണ്ട് കുത്തി. ലഗാന എന്ന് പറഞ്ഞാല് വെക്കുക, ചാക്കു വെക്കല്ലതൂടെ ചാക്കു. മാർക്കർ ഖോൽദിയ എന്ന് പറയാം, ലഗാക്കർ ഖോൽദിയ എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ് കേട്ടോ. മേ അലമാര ചാക്കു ലഗാക്കർ ഖോൽദിയ. ഖോൽദിയ എന്ന് പറയാൻ ഞാൻ തുറന്നു. നേരോ എന്നിട്ട്. അപ്പൊ ജഗതി ചോദിക്കുക, നീ അത് ചെയ്തോ? എന്നിട്ട് നേരോ എന്നുള്ള എന്താ പറയാ, സച്ച്. ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് കണ്ട അവിടെ, സച്ച് എന്ന് പറഞ്ഞാൽ നേരോ, ഇത്രയൊക്കെ നീ ചെയ്തോ? എന്നിട്ട് ഫിർ. അപ്പൊ അവന് വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇതാണ്, അതുകൊണ്ട് നേരോ എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് അവര് എക്സ്ക്ലമേഷൻ ഇട്ടത്. സച്ച് ഫിർ, നേരോ എന്നിട്ട്. ആ അലമാര കാലിയായിരുന്നു. വോ അലമാര ഖാലിത്ത. വോ അലമാര ഖാലിത്ത. ആ അലമാര കാലിയായിരുന്നു. അവൻ ഇത്രയൊക്കെ പാടുപെട്ട് അതിനകത്ത് റൂമും കുത്തിത്തുറന്ന് അലമാരയും കുത്തിത്തുറന്ന് അകത്ത് കിടന്ന് അത് നോക്കുമ്പോ ആ അലമാര ഖാലി. അപ്പൊ അവൻ ചെയ്ത പണിക്ക് എന്തെങ്കിലും ഇതുണ്ടോ, ഒരു യൂസും ഇല്ലാത്തൊരു പണി അവൻ ചെയ്ത്. അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെയാണ് ഈ സിനിമയിൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവന് ശരിക്കുള്ള പേര് ഊച്ചാളി എന്ന് പറഞ്ഞത്. ശരിക്കുള്ളൊരു ഊച്ചാളി തന്നെയാണ് ഇവൻ, ഒന്നിനും കൊള്ളാത്തവൻ. അല്ലെങ്കിൽ ബേവ്കൂഫ് ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ നാലായക് എന്നും പറയാം കേട്ടോ. ഇന്ത്യയിൽ നാലായക് എന്ന് പറഞ്ഞൊരു വീടുണ്ട്, ഒന്നിനും കൊള്ളാത്തവൻ. അപ്പുറത്ത് വേറൊരു ഗോദ്രേജ് അലമാര. അപ്പുറത്ത് ബഗൽമേ തൊട്ടടുത്ത് തന്നെ. ദൂസര ഏക് ഗോദ്രേജ് അലമാര. ദൂസര ഏക് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഗോദ്രേജ് അലമാര. മറ്റൊരു എന്ന് പറയുന്നതിനാണ് ദൂസര ഏക് എന്ന് പറയുന്നത്. മറ്റൊരു ദൂസര. ദൂസര എന്ന് പറഞ്ഞാൽ മറ്റൊന്ന്, ഏക് ഒരു, ഒന്ന്. മറ്റൊരു ഗോദ്രേജ് അലമാര. ഗോദ്രേജിന്റെ ഒരു അലമാരയും കൂടി അവൻ കണ്ടു. ബഗൽമേ. ബഗൽമേ എന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെ, തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ ഈ ആ പ്രദേശത്ത് തന്നെ, ആ ചുറ്റളവില്. അതും ഞാൻ തുറന്നു. വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പൊ അവൻ ആ ഗോദ്രേജും ഇങ്ങനെ കുത്തി തുറന്നു. അപ്പോ അവന് വിശ്വസിക്കാനേ പറ്റിയില്ല. ബോബി മേ കൊല്ലിയ വിശ്വാസനേ ഹോരാത്ത. ബോബി മേ കൊല്ലിയ എന്ന് പറഞ്ഞാൽ അതും ഞാൻ തുറന്നു,
വിശ്വാസം ഓരോത്ത വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പൊ കേൾക്കുന്നവർ വിചാരിക്കും അതിനകത്ത് നിറയെ സ്വർണോ പണോ അല്ലെങ്കിൽ എന്തെങ്കിലും മീൻസ് വില പിടിപ്പുള്ള എന്തോ സാധനങ്ങൾ ഇവൻ കണ്ടിട്ടുണ്ടാവുന്ന ആ തരത്തിലാണ് ഇവൻ പ്രസന്റ് ചെയ്യുന്ന സംഗതികള്. ബോബിമേ കോൽദിയ വിശ്വാസിനി ഓരോത്ത, അതും ഞാൻ തുറന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അതും കാലിയായിരുന്നു സാറേ. അതാണ് അവന് വിശ്വസിക്കാൻ പറ്റാത്ത കാലി എന്നുള്ളത്. ഓക്കെ സർ ബോബി ഖാലിത്ത. കാലി എന്ന് നമ്മൾ പറയുന്നത് ഖാലി എന്നാണ് ഹിന്ദിയിലും പറയാ, സ്പെല്ലിങ്ങിൽ മാത്രം കുറച്ച് വ്യത്യാസം. ആദ്യത്തെ ഖാല ഇത് രണ്ടാമത്തെ ഖ അല്ലെ. സർ ബോബി ഖാലിത്ത, അതും ഖാലിയായിരുന്നു, അതും എം ടി ആയിരുന്നു, അതിലും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതാണ് അവന് സർപ്രൈസ്. ഞാൻ വിട്ടില്ല സാറേ, മേനെയും ചോടാ സാർ. വിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതിലൊന്നും മതിയാക്കി അങ്ങ് പോകുന്നില്ല. എനിക്ക് എന്തെങ്കിലും എടുക്കണം എന്നുള്ള ഒരു ഇതുണ്ട്, കള്ളനല്ലേ, എന്തെങ്കിലും കട്ടിട്ടേ പോരാവുള്ളൂ. അപ്പൊ ഞാൻ വിട്ടില്ല സാറേ. ഞാൻ വിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാനത് മൂന്ന് കപ്പോട് തുറന്നിട്ട് മൂന്നും കാര്യമായതുകൊണ്ട് ഞാനിങ്ങ് വിട്ടു പോകുന്നൊന്നുമില്ല. അപ്പൊ അവന് ഇനി അടുത്ത് എന്തെന്നാ ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ് ഇപ്പം പറയാൻ പോകുന്നത്. ഞാൻ വിട്ടില്ല സാറേ, മേ നീ ചോടാ സാർ, ഞാൻ വിട്ടില്ല. നോക്കുമ്പോൾ ഒരു മുട്ടൻ അലമാര ചാരി വെച്ചിരിക്കുന്നു. ദേക്കാത്തോ ഏക്കോർ ബഡ അലമാര ഠേഡാ കടാ ഹെ. ചാരി വെക്കുന്നതിനാണ് ഠേഡാ കട എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചരിച്ചൊക്കെ വെക്കൂല, വലിയ വലിയ കബോർഡുകളൊക്കെ നേരെ വെച്ച് ചിലപ്പം വീണ് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തിനെങ്കിലും ഡിസ്റ്റർബൻസ് ഉള്ളപ്പോൾ നമ്മൾ ചാരി വെക്കും. ദേക്കാത്തോ നോക്കിയപ്പോൾ ഏക്കോർ ഒന്നും കൂടെ ബഡ അലമാര ഒരു അലമാര കൂടെ ഠേഡാ കട ഹെ ചരിച്ചു വെച്ചിരിക്കുന്നുണ്ട് സൈഡില്. അത് തുറന്നപ്പോഴേ കാലി. അതും അവൻ തുറന്നു, അപ്പൊ അതും കാലി. ഇതൊക്കെയാണ് അവന്റെ സർപ്രൈസ്. എല്ലാ കാലി ഗോദ്രേജ് കബോർഡും തുറന്ന് ഒരു വർക്ക്, വലിയൊരു വർക്ക് ചെയ്തെന്നുള്ള ഇതിൽ അവൻ പറഞ്ഞു പൊലിപ്പിച്ചത് ഇതാണ്. ജയ്സേ വക്കോല വോബി ഖാലി. അത് തുറന്നപ്പോഴേ അതും കാലി. ജയ്സേ വക്കോല, എങ്ങനെ അത് തുറന്നോ അപ്പോഴത്തേക്ക് അതും കാലി. എടാ പഴയ കാലമല്ല ഇത്. അപ്പം ജഗതി പറയാ, എടാ പഴയ കാലമല്ല ഇത്, യാർ ഏ പുരാന ജമാന നീയെ. എന്ന് വെച്ചാല് പണ്ടൊക്കെയാണ് വീട്ടിൽ നമ്മൾ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്ന് നമുക്ക് അത് വീട്ടിൽ വെക്കാതെ സേവ് ചെയ്ത് വെക്കാനുള്ള കുറെ മാധ്യമമുണ്ട് അല്ലേ. നമ്മളെ പോലെയുള്ളവരെ പേടിച്ച് സ്വർണം പണം എല്ലാം ബാങ്കിലാണ് സൂക്ഷിക്കുക. ഹം ജൈസേ ലോഗോ സേ ഡർക്കെ. നമ്മളെ പോലെയുള്ളവർ എന്ന് പറയുന്നതാണ് ഹം ജൈസേ ലോകോ. ഹം എന്ന് പറഞ്ഞാൽ നമ്മളെ, ജൈസേ ലോക് നമ്മളെ പോലെയുള്ളവർ. ലോക് എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് കേട്ടോ. നമ്മളെ പോലെയുള്ള ജനങ്ങളെ അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ആൾക്കാരെ ഡർക്കെ എന്ന് പറഞ്ഞാൽ പേടിച്ചിട്ട്, ലോക് ജനങ്ങൾ, ആജിക്കൽ ഈയിടെയായിട്ട്, ആജിക്കൽ എന്ന് പറഞ്ഞാൽ ഈയിടെ, പൈസേ ഔർ സോന പണവും സ്വർണവും, പൈസ എന്ന് പറഞ്ഞാൽ പൈസ തന്നെ, സോന എന്ന് പറഞ്ഞ സ്വർണം, ബാങ്ക് മേ ജമാ കർ ലേത്തെ. ബാങ്കിൽ, ബാങ്ക് മേ എന്ന് പറഞ്ഞാൽ ബാങ്ക് മേ, ജമാ കർണ എന്ന് പറഞ്ഞാൽ ഡിപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, കൊണ്ടുവച്ച് അവിടെ ഏൽപ്പിക്കാം. ജമാ കർണ എന്ന് പറഞ്ഞാൽ ഡിപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ കരുതി വെക്കുക. ഹം ജൈസേ ലോഗോ സെ ഡർക്കെ ബാങ്ക് മേ ജമാ കർ ലേത്തെ. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യാം. അതല്ല, അതൊരു ഗോദറേജിന്റെ കടയായിരുന്നു. അപ്പൊ ഇവൻ തിരുത്തുകയാണ് അവന്. അല്ല, നമ്മളെ പേടിച്ചിട്ട് അവിടെ നിർത്തിയൊന്നല്ല, അതൊരു ഗോദറേജിന്റെ കടയായിരുന്നു. അപ്പൊ ഇവൻ പോയി കുത്തിത്തുറന്ന ഗോദറേജൊക്കെ ഇവന് ഗോദറേജിന്റെ ഒരു കടയിൽ പോയിട്ടാണ് കുത്തിത്തുറന്നത്. അതുകൊണ്ടാണ് എല്ലാ ഗോദറേജും കാലിയായിട്ട് കിട്ടിയിരുന്നത്. ഓക്കെ, അപ്പൊ ഇവൻ ശരിക്കും ഒരു ഉച്ചാളിയാന്നുള്ളതിന്റെ തെളിവാണ് ഇതിൽ കാണിക്കുന്നത്. അതല്ല, അതൊരു ഗോദറേജിന്റെ കടയായിരുന്നു. മീൻസ് നമ്മളെ പേടിച്ചവരെ കൊണ്ടുവച്ചോന്നല്ല, ഗോദറേജിന്റെ കടയായതുകൊണ്ടാ. वो एक गोदरेज की दुकान था. वो एक गोदरेज की दुकान था. അതൊരു ഗോദറേജിന്റെ കടയായിരുന്നു. എന്തൊരു കഷ്ടം. അഫ്സോസ് കി ബാത്ത്. എന്തൊരു കഷ്ടം എന്നുള്ളതിനാണ് പറയാ അഫ്സോസ് കി ബാത്ത്. അങ്ങനെ പറഞ്ഞാൽ എന്തൊരു കഷ്ടം എന്നാണ് ഇതിന്റെ അർത്ഥം. ബാക്കി അടുത്ത വീഡിയോയില് എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് അടിക്കുക. ഈ വർഷം എന്നെ ഒരു 1000 സബ്സ്ക്രൈബർ ആക്കി തരിക. അടുത്ത വർഷം തൊട്ടിട്ട് ഈ വീഡിയോ വേറെ ഒരു പാറ്റേണിൽ കൊണ്ടുവരുന്നുണ്ട്. വീഡിയോ ഷൂട്ടൊക്കെ ചെയ്തിട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു വീട്ടിലൊരു ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല, എല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് പഠിച്ചെന്ന് അറിയിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷം.